ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉപ്പുപ്പാൻ്റെ വീട്ടിലൊരു ദിവസം അതാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഉപ്പുപ്പാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പുപ്പ നോർമലി എപ്പോഴും വീട്ടിലേക്ക് വരുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വരാറില്ല. ഏജാണ്, പിന്നെ സുഖമില്ല, അങ്ങനെ ആയിട്ട് എപ്പോഴും വരാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് കാലൊക്കെ ചെറിയ വേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഡെയിലി ഒന്നും വരാറില്ല. പക്ഷേ ഉണ്ടല്ലോ, എപ്പോഴും ചോദിക്കാറുണ്ട് അത്രേ, അവൾ വീട്ടിൽ വന്നിട്ടില്ലേ, എന്താ വരാഞ്ഞ്, അങ്ങനെയൊക്കെ ചോദിക്കും. ഞാനും ബുഷീനും ഒരുമിച്ചാണെങ്കിൽ എന്തായാലും ഉപ്പാൻ്റെ വീട്ടിൽ പോവാണ്ടിരിക്കൂല. അങ്ങനെ എപ്പോഴും ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ വന്നപ്പോൾ തന്നെ പറഞ്ഞ കാര്യം അതാണ്, ജസ്റ്റ് ഒന്ന് പോയിട്ട് ഉപ്പാനെ കണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ, ബുഷീന, ബേബി, നമ്മൾ മൂന്നാളും വീട്ടിൽ നിന്ന് ഉപ്പുപ്പാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഉപ്പുപ്പ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ വീണ്ടും മറ്റൊരു കാര്യം, ഇങ്ങനെ കണ്ടിന്യൂസ്ലി സംസാരിക്കുന്ന ഒരാളാണ്. ഇതാണ് കേട്ടോ ഉപ്പുപ്പാൻ്റെ വീട്. കുറച്ച് ഇറക്കത്തിലാണ് വീട്. അങ്ങനെ കയറിപ്പോണം വീട്ടിലേക്ക്. കയറ്റത്തിലാണ് ഈ വീട്ടുള്ളത്. അതുകൊണ്ട് കയറിപ്പോണം കേട്ടോ വീട്ടിലേക്ക്. ഇങ്ങനെ താഴെ തന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഉപ്പപ്പാക്ക് കൃഷിയൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. കുറേ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, മുമ്പൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ മെഹന്തി ഉണ്ടല്ലോ, നെയിലിൽ വെക്കുന്ന മെഹന്തി, അതുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ഇപ്പോൾ ബുഷീന വന്നതിന് ശേഷം, മുമ്പാണേലും അങ്ങനെയാണ്, എൻ്റെ മാരേജിന് പോലും ഈ നെയിൽ കോണുണ്ടല്ലോ, ഇത് ഇവളെന്നെയാണ്, കസിൻ എന്നെ ഉണ്ടാക്കി തരുന്നത്. ഇത് നല്ല സ്ട്രെയിൻ വരാറുണ്ട്. ഒരു 2 times ഒക്കെ വെക്കുമ്പോൾ നല്ല സ്ട്രെയിൻ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവളുടെ അടുത്ത് തന്നെ ആക്കാൻ പറയൽ. ഞാനിങ്ങനെ കോലാക്കി പറഞ്ഞാൽ മതി, കുറച്ച് കഴിയുമ്പോൾ ഇവളാക്കി വെച്ചിട്ടുണ്ടാവും. അതാണ്. അങ്ങനെ ഇത് മനസ്സിലാവില്ല, ഈ ശർക്കര ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന മെഹന്തിയാണ്. അങ്ങനെ അതുണ്ടാക്കാൻ പോവാണ്. ഇതൊരു പാത്രം, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇത് എന്തോരം മെഹന്തി ചെയ്തിട്ടുണ്ട്. ഇത് ഈ മെഹന്തി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വെച്ചിരിക്കുന്ന പാത്രമാണ്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് കണ്ടിന്യൂസ്ലി കുറേ ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന പാത്രമാണ്. ഇതിൻ്റെ ചുറ്റും ശർക്കര ഇട്ട് കൊടുക്കുക. മിഡിലൊരു ഗ്ലാസ് വെക്കുക. പിന്നെ ഉണ്ടല്ലോ ഈ ടൈൽസ്, അതിനൊരു പീസ് വെക്കണം. വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഗ്ലാസ് വെക്കുക. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അതിന് മേലിൽ വെള്ളം വയ്ക്കുമ്പോൾ അതിൽ സ്റ്റീം ഇറങ്ങിക്കോളും. സ്റ്റീം ഇറങ്ങിയിട്ട് നല്ലോണം സ്റ്റീം ഇട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ശർക്കര മെഹന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഇവളെന്നെ ഉണ്ടാക്കി തരാറ്. പിന്നെ ഉണ്ടല്ലോ, ഈ വല്യുപ്പ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ടും ഒരു ദിവസം നമ്മളെ കണ്ടില്ലെങ്കിലും എപ്പോഴും വീട്ടിലേക്ക് വരും, സംസാരിക്കും, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഉപ്പക്ക് അങ്ങനെയാണ്. മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരോടും നല്ലോണം സ്നേഹമാണ്. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, അത്രയ്ക്ക് കേൾക്കാറില്ല എന്താ സംസാരിക്കുന്നത്. കേൾവി ശക്തി പണ്ടുള്ളത് പോലെയില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ശരിക്കും കേൾക്കാറില്ല. നമ്മൾ റിപ്പീറ്റഡായിട്ട് പറയണം, അങ്ങനെയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വല്യുപ്പ എന്താണ് കുട്ടിക്ക് പേര് വെച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 തവണ കസിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വല്യുപ്പാക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ
എന്താ കുട്ടിയുടെ പേര്, എനിക്ക് എഴുതിത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പേരെഴുതി കൊടുത്തു. പിന്നെ എൻ്റെ അങ്കിളിൻ്റെ മോളുണ്ട്, അവളുടെ ബേബിയുടെ പേരും എഴുതിപ്പിച്ചു. പിന്നെ ബുഷീന ഫാമിലിയിലോട്ട് വന്നപ്പോഴും അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എന്താ അവളുടെ പേരൊന്ന് എഴുതി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണെങ്കിലും എഴുതി കൊടുത്തായിരുന്നു. എല്ലാവരുടെ പേരും ഇപ്പോൾ നമ്മളിങ്ങനെ പേപ്പറിൽ എഴുതി കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ പറയും പണ്ടത്തെ പേരാണെങ്കിൽ എനിക്ക് കിട്ടും, ഇപ്പോഴത്തെ കുട്ടികളുടെ പേരൊന്നും അത്ര പെട്ടെന്ന് കിട്ടൂല എന്ന് പറയും. എല്ലാവരോടും സ്നേഹമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം അറിയണം, എന്താണ് കുട്ടിയുടെ പേര്, അങ്ങനെയൊക്കെ എല്ലാ വിശേഷങ്ങളും അറിയാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അങ്ങനെ നമ്മുടെ മെഹന്തി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റെയിന് അതിൻ്റെ ഈ സ്റ്റീം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ കുറച്ച് പാടാണ്, അത് ചെറിയ പാത്രമല്ലേ, പിന്നെ പോരാത്തതിന് നല്ലോണം ചൂടും ഉണ്ടാവും. അതിങ്ങനെ കഷ്ടപ്പെട്ടെടുക്കുകയാണ്. എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് മൈദ മിക്സ് ചെയ്യാണ്. കണ്ട, ഈ കയ്യിലുള്ള മെഹന്തിയൊക്കെ ഇങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്ത മെഹന്തിയാണ്. ഇത്തവണ അല്ല, ഇതിന് മുമ്പ് പ്രിപ്പയർ ചെയ്തപ്പോൾ വെച്ച മെഹന്തിയാണ്. ഇത് 2 times വെച്ചപ്പോൾ ഉള്ള സ്റ്റെയിനാണ്. ഷോപ്പിൽ നിന്ന് സംടൈംസ് കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ, അത് കുറച്ച് തിക്കായിട്ടുണ്ടാവും. ഇതങ്ങനെയല്ല, നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ്. അങ്ങനെ വെക്കാനും നല്ല ഈസിയാണ്. എനിക്ക് പനി പിടിച്ചിട്ട് 1 വീക്കായി, ഒട്ടും വോയിസ് ഇല്ല, നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവാം. അതുകൊണ്ട് വല്യമ്മ എനിക്ക് പെപ്പറിൻ്റെ ഈ കഷായം ഇട്ട് തന്ന്. പിന്നെ ഈ മെഹന്തി ഒക്കെ ആക്കുന്നിടയ്ക്ക് നമ്മളിങ്ങനെ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ കസിൻ ഉണ്ടായിരുന്നു, പിന്നെ വേറെ 2 കസിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതിനു മുമ്പൊന്നും ട്രൈ ചെയ്തിട്ടില്ല. മത്തി ഫിഷ് കിട്ടിയപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ട്രൈ ചെയ്യണം കസിൻസൊക്കെ ചേർന്നിട്ട്. അങ്ങനെ ഈ മസാല പൊടി അറിയാലോ, ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പു, മഞ്ഞൾപ്പൊടി, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഫിഷിനെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു 10 to 15 minutes വയ്ക്കുക. പിന്നെ ഉണ്ടല്ലോ, അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് കയ്യിലും കാലിലും ഡ്രസ്സിലും ഫുള്ള് മഷിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആടുന്ന് ഇറങ്ങുന്ന ടൈമാകുമ്പോൾ ഫുള്ള് കയ്യിലും കാലിലൊക്കെ മഷിയാണ്. ഭയങ്കര പുകയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു വാഴയിലയിൽ കെട്ടിയിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് അതൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഉള്ളി, തക്കാളി, ഗ്രീൻ ചില്ലി, പിന്നെ മസാല പുരട്ടി കുറച്ച് മസാല പേസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു മസാല പ്രിപ്പയർ ചെയ്യുക. അതിൽ ഈ കുളിപ്പിച്ച് കിടത്തിയ മത്തിയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കിടത്തുക. അതിനെ വാഴയിലയിൽ ചുറ്റി വെക്കുക കേട്ടോ. അതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ഇറങ്ങുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടും. അത് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമാണ്. പക്ഷെ ബുഷീനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, അവൾക്ക് ഫിഷ് ഇഷ്ടമല്ലല്ലോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു വലിയൊരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട്, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മലയും കാടും താണ്ടി പോകുന്നത്. അങ്ങനെ ഒരു 5-10 മിനിറ്റിൻ്റെ ഫുൾ ഹാർഡ് വർക്ക്, ഈ പരിശ്രമത്തിൻ്റെ ഒടുവിൽ നമ്മൾ ആ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ നിങ്ങൾ, ടവറാണ്. കുറച്ച് ദിവസമായിട്ട് ഒട്ടും നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ ആ ടവർ അവിടെ ഉണ്ടോ അല്ല അതില്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ കുന്നും കാടും താണ്ടി പോയതാണ് ഗൈസ്. പക്ഷേ അതവിടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ
തോട് വരെ ഒന്ന് പോയി. ഇവിടെ ചെറിയൊരു വെള്ളം പോകുന്ന തോടുണ്ട്, അവിടെ വരെ നമ്മൾ പോയതാ. ഇവിടെ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഇവിടെ ഉപ്പുപ്പാൻ്റെ വീട്ടിലേക്കൊക്കെ വന്നാൽ നമ്മളെല്ലാവരും ചേർന്നിട്ട് അവിടേക്കൊക്കെ പോവാറുണ്ട്. അങ്ങനെ തോടിലെത്തിയിട്ടുണ്ട്. വെള്ളം കൂടുതലില്ല കേട്ടോ, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇപ്പം മഴക്കാലമല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ വന്നു. ഈ വരുന്ന ടൈം ആകുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ചെമ്പരത്തിയില കുറേ ഉണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തിരുന്നു. വരുന്ന വഴിക്ക് ഈ ചാമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇതും പറിച്ചിട്ടുണ്ടായിരുന്നു. നല്ല റെഡ് കളർ, ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് തിന്നാണെങ്കിൽ അടിപൊളിയാണ്. നല്ല ടേസ്റ്റല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ ചാമ്പക്ക? എൻ്റെ വീട്ടിലുണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിൽ ചാമ്പക്ക ഉണ്ട്, പക്ഷെ ഇതുപോലത്തെ പൊള്ളി ടേസ്റ്റുള്ളതല്ല, നല്ല സ്വീറ്റ് ടേസ്റ്റുള്ളത്. പക്ഷെ കളർ ഈ റെഡ് തന്നെയാണ്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ, കസിനും കൂടെ വന്നിരുന്നു. അങ്ങനെ പുറത്തിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. ഒരാൾക്ക് ഫോട്ടോ ശരിയാവും, മറ്റൊരാൾക്ക് ശരിയാവില്ല. അങ്ങനെ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഉണ്ടല്ലോ, വീട്ടിൽ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ താളി ഉണ്ടാക്കി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെമ്പരത്തിയില വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിയുക. ഫസ്റ്റ് നന്നായിട്ട് ഈ ചെമ്പരത്തിയില ക്ലീൻ ചെയ്തെടുക്കണം. ഇതിലെന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടോ പുഴുണ്ടോ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് വെള്ളത്തിൽ നല്ലോണം തിരുമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നൊരു ജെല്ലി ഫോമാവും. നല്ലോണം തിരുമ്പുമ്പോൾ ഒരു ജെല്ലി പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് അത് ഫോമാവും. അതൊരു 10 മിനിറ്റ് വെച്ചപ്പോൾ പിന്നെയും കൂടും. അത് നല്ലോണം പിഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിലൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. അരച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ അരച്ചിട്ട് 20 മിനിറ്റ്സ് തലയിൽ വെച്ചിട്ട് കുളിക്കുക ചെയ്തത്. അങ്ങനെ ചെമ്പരത്തി ചെയ്തിട്ട് വെച്ചിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ പുറത്ത് നല്ല മഴ വന്ന്, നമ്മൾ വിചാരിച്ചിട്ട് പോലുമില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല മഴ ആയിരുന്നു. അപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ കണ്ട് നല്ലൊരു ചൂട് കോഫിയും കുടിച്ചിട്ടാണ് ഇന്നത്തെ ഈവനിങ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ. നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.